ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ കൊച്ചിയിൽ സമാപിച്ച KRLCCയുടെ 47ാമത് ജനറൽ അസംബ്ലിയാണ് സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. തീരദേശ ജനതയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ആവശ്യങ്ങളായ മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും തീരദേശ ഹൈവേയുടെ DPR പ്രസിദ്ധീകരിക്കണമെന്നുമാണ് KRLCCയുടെ ആവശ്യം. ഇടക്കൊച്ചി ആൽഫ പാസ്റ്ററൽ സെന്ററിൽ 3 ദിവസങ്ങളായി നടന്ന KRLCC ജനറൽ അസംബ്ലിയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിന് മുന്നിലേക്ക് പ്രമേയങ്ങൾ സമർപ്പിച്ചത്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് മുൻഗണന നിശ്ചയിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. മുനമ്പം പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും കടലവകാശ നിയമം വേഗത്തിലാക്കുക, ചെല്ലാനത്ത് പുത്തൻതോട് മുതലുള്ള കടൽഭിത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക, മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക, സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോഴും ഇത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കാനും സുതാര്യമായ പഠനം നടത്തണമെന്നും KRLCC ആവശ്യപ്പെടുന്നു. ബ്ലൂ ഇക്കണോമിയെക്കുറിച്ച് പഠിക്കാൻ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെട്ട വിദഗ്ധ സമിതിയെ നിയോഗിക്കണം. ലത്തീൻ കത്തോലിക്കരുടെ വിദ്യാഭ്യാസ സംവരണം 4% ഉയർത്തുക, ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ വെക്കുക, സർക്കാർ ഉദ്യോഗങ്ങളിലെ സാമുദായിക പ്രാതിനിധ്യ കണക്കുകൾ പുറത്തുവിടുക എന്നിവയാണ് മറ്റു പ്രധാന ആവശ്യങ്ങൾ. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും കമ്മീഷനെ വേണം. മദ്യനയം ഉദാരമാക്കരുതെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. അസംബ്ലിയിൽ കേരളത്തിലെ 12 ലത്തീൻ കത്തോലിക്ക രൂപതകളിൽ നിന്നുമുള്ള മെത്രാൻമാരും വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന പ്രതിനിധികൾ പങ്കെടുത്തു. KRLCC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ സമാപന സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ജനറൽ സെക്രട്ടറി ഫാദർ ജിജു ജോർജ് അറക്കത്തറ, ഡിക്സൺ മനിക്, ബെന്നി പാപ്പച്ചൻ, റാണി പ്രദീപ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ബോർഡുകൾ, കമ്മീഷനുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് ലീഡേഴ്സ്, മറ്റു നിയമനങ്ങളൊക്കെ നീതിപൂർവം നടത്തണമെന്നാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാകരുത്. നീതിപൂർവം നടത്തി ആരും തഴയപ്പെടാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് വിഷൻ നമ്മുടെ ഗവൺമെൻറ് അവലംബിക്കട്ടെ എന്നാണ് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ JB കമ്മീഷൻ റിപ്പോർട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് പുറത്തുവിടുകയുണ്ടായി. പക്ഷെ അത് പൂർത്തീകരിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അപ്പോൾ ആ JB കമ്മീഷൻ റിപ്പോർട്ട്, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എല്ലാ ക്രൈസ്തവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ KRLCC പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. അതായത് ചെല്ലാനം വരെ കടൽഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും കടൽഭിത്തി നിർമ്മിക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വരണം. ഇവർ മന്ത്രിമാരും അതുപോലെ MLA ഒക്കെ പല പ്രാവശ്യം അവിടെ പോയി അതൊക്കെ കാണുകയുണ്ടായി. അവരതിനു വേണ്ടി മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കടലവകാശം, കടലിൻ്റെ മക്കൾക്ക് എന്ന ഒരു നിയമം രൂപപ്പെടുത്തുമെന്നുള്ളൊരു വാഗ്ദാനം നയപ്രഖ്യാപനത്തിലും ബജറ്റിലും അവതരിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗത കൂട്ടണമെന്നും വളരെ അടിയന്തരമായി ഈ നിയമനിർമ്മാണം നടത്തണമെന്നും KRLCC അഭ്യർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, ലാറ്റിൻ കാത്തലിക്സിന് ഉദ്യോഗത്തിൽ സംവരണം 4% പക്ഷേ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴേക്കും 1% മുതൽ 3% വരെയാണ് റിസർവേഷൻ. അത് ഉദ്യോഗത്തിന് തുല്യമായ രീതിയിൽ 4% ക്രമപ്പെടുത്തണം എന്ന ഒരു ആവശ്യം ഈ സമ്മേളനം അഭ്യർത്ഥിച്ചു. പുതുതായി അധികാരമേറ്റ VD സതീശൻ സർക്കാരിന് ലത്തീൻ സമൂഹം പൂർണ്ണ പിന്തുണയും ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.